Hello, good morning, my dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റും ഡിമെറിറ്റ്സും ഒക്കെ ആയിരുന്നു. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കുവാനുള്ളത് അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്റർ എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ് എന്നുള്ള ചാപ്റ്ററാണ്. എന്താണ് എമർജിങ് മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുതുതായിക്കൊണ്ട് ഉയർന്നു വരുന്ന, ആവിർഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ്സുകൾ എന്നതാണ്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡ് ഓഫ് ബിസിനസ്സാണ് ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഈ എമർജിങ് മോഡ്സിനെ സത്യത്തിൽ എമർജിങ് മോഡ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അത് വർഷങ്ങളായിട്ട് ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോം ഓഫ് അല്ലെങ്കിൽ മോഡ് ഓഫ് ബിസിനസ്സാണ്. ഇപ്പോൾ പുതുതായിക്കൊണ്ട് എമർജ് ചെയ്തു വരുന്ന ഒരു മോഡൊന്നും അല്ല നമുക്ക് പഠിക്കുവാനുള്ള ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ചാപ്റ്ററിന് ഇങ്ങനൊരു പേര് നൽകിയത് കൊണ്ട് നമ്മൾ അങ്ങനെ വിളിക്കുന്നു എന്ന് മാത്രം. ഞാനിത് പറയാനുള്ള കാരണം, നമുക്ക് ഒരു പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതാണോ പുതിയ ബിസിനസ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്ന ചെയ്യുന്ന ബിസിനസ് അല്ലേ ഇത് നിങ്ങൾക്ക് തോന്നിപ്പോകാം. ഏതായിരുന്നാലും നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഒരു ബിസിനസ്. എന്താണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരമ്പരാഗതമായിക്കൊണ്ട് നമ്മൾ വർഷങ്ങളായിക്കൊണ്ട് കണ്ടുവരുന്ന കസ്റ്റമർ ഒരു ഷോപ്പിലേക്ക് ചെല്ലുന്നു, അയാൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അയാൾ പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ തന്നെ അതിൻ്റെ ക്യാഷ് കൊടുക്കുന്നു. ആ രീതിയിൽ ട്രഡീഷണൽ ആയിക്കൊണ്ട് നമ്മൾ കണ്ടുവരുന്ന ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള 1-2 ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനമായിട്ടും 3 മോഡ്സ് ഓഫ് ബിസിനസ്സാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. അതിൽ ഒന്നാമതാണ് ഡിജിറ്റൈസേഷൻ ഓർ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് ബിസിനസ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഓൺലൈൻ ബിസിനസ്, ഇ കൊമേഴ്സ് എന്നുള്ള ഒരു സംഗതി. രണ്ടാമത്തെ ഒരു മോഡ് ഓഫ് ബിസിനസ്സാണ് ഔട്ട്സോഴ്സിങ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. സാധാരണഗതിയിൽ നമ്മൾ BPO എന്ന് വിളിക്കുന്ന ഔട്ട്സോഴ്സിങ്. എന്താണ് ഔട്ട്സോഴ്സിങ് എന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യമാണ് ഇൻ്റർനാഷണലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ള ഒരു സംഗതി. ഇതിൽ ഡിജിറ്റൈസേഷനും ഔട്ട്സോഴ്സിങ്ങുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇൻ്റർനാഷണലൈസേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിക്കൊണ്ട് മറ്റൊരു ചാപ്റ്റർ ആയിക്കൊണ്ട് തന്നെ പഠിക്കുകയും ചെയ്യും. സോ എന്താണ് ഡിജിറ്റൈസേഷൻ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഇ ബിസിനസ് ആണ്. എന്താണ് ഇ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് യൂസിങ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ബിസിനസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ വളരെ വിശദമായിക്കൊണ്ട് ബിസിനസ് എന്താണ്, ഇൻഡസ്ട്രി എന്താണ്, ട്രേഡ് എന്താണ്, കൊമേഴ്സ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ സംഗതി തന്നെയാണ്
അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇ എന്നുള്ള ഒരു സംഗതി കൂടി ആഡ് ചെയ്യുന്നത് മാത്രം. അതായത് ആ പറയുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇ ബിസിനസ്. ഓർ യൂസിങ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈ ബിസിനസ് എന്ന് വിളിക്കുവാൻ സാധിക്കുക. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇ കൊമേഴ്സ്? ഇറ്റ് കവേഴ്സ് എ ഫേംസ് ഇൻറ്ററാക്ഷൻ വിത്ത് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ സപ്ലയേഴ്സും അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷന് കവർ ചെയ്യുന്ന ഒരു ഏരിയ, ആ ഒരു ഏരിയയാണ് ശരിക്കും ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഇ ബിസിനസ്. ഇ ബിസിനസ് എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു സംഗതിയുടെ ഭാഗമായി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ആ ഫേമിൻ്റെ കസ്റ്റമേഴ്സും സപ്ലയേഴ്സുമായിട്ടുള്ള ഇൻ്ററാക്ഷനാണ് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ഒരു ഇ ബിസിനസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നു, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക്കലായി നമ്മൾ ചെയ്യുന്നു എന്നതാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡിഫറൻസുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഫോർമേഷൻ എന്നതാണ്. ഹൗ ടു ഫോം ആ ട്രഡീഷണൽ ബിസിനസ്, അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് ഈസി ഓർ ഡിഫിക്കൽട്ട് ടു ഫോം ട്രഡീഷണൽ ബിസിനസ്. നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ബിസിനസ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് വലിയ പ്രയാസമില്ലാതെ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇലക്ട്രോണിക് ബിസിനസ് അഥവാ ഈ ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൊക്കേഷനാണ്. ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പരമ്പരാഗതമായി കൊണ്ട് നമ്മൾ കണ്ടുവരുന്ന ബിസിനസ്സിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ആരംഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ ആ ബിസിനസ് നമ്മൾ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബിസിനസ് ആരംഭിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ ഈ ബിസിനസ്സിലോ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ലൊക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ലോകത്തിൻ്റെ എവിടെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ്. ഒരു ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ ആവശ്യമായിട്ട് വരുന്ന സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ചെലവുകൾ ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടുതലാണ്. കാരണം നമുക്കൊരു ലൊക്കേഷനിൽ ഒരു ഷോപ്പാണെന്നെങ്കിൽ ആ ഷോപ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആ ഒരു ബിസിനസ് രൂപത്തിലേക്ക് നമ്മളതൊക്കെ മാറ്റി കൊണ്ടുവരണം. ആ ബിസിനസ്സിനെ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് വളരെയധികം ചെലവുകൾ വരുന്നുണ്ട്. എന്നാൽ ഈ ബിസിനസ്സിൽ ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ കോസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ. ദെൻ നാലാമത്തെ കാര്യമാണ് എംപ്ലോയീസ്. ഏത് തരത്തിലുള്ള എംപ്ലോയീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ട്രഡീഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ബിസിനസ്സിനെ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായിട്ടുള്ള സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് എംപ്ലോയീസ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു ഈ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലോ അവിടെ നമുക്ക് ആവശ്യം ടെക്നിക്കലി സ്കിൽഡ് എംപ്ലോയീസിനെയാണ്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന പഠിച്ചിട്ടുള്ള ആളുകളെയാണ് ഒരു ഈ ബിസിനസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദെൻ അഞ്ചാമത്തെ കാര്യമാണ് പേഴ്സണൽ ടച്ച്. ആളുകളുമായിക്കൊണ്ടുള്ള ബന്ധം, പേഴ്സണൽ ടച്ച് എവിടെയാണ് കൂടുതലുള്ളത്? ട്രഡീഷണൽ ബിസിനസ്സിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. കാരണം ട്രഡീഷണൽ ബിസിനസ് നമ്മളൊരു ഷോപ്പിലേക്ക് നമ്മൾ ചെല്ലുന്നു,
ആ ഷോപ്പ് കീപ്പറും അതുപോലെ തന്നെ കസ്റ്റമർ തമ്മിൽ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നു. അയാൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ പേഴ്സണൽ ഇൻറ്ററാക്ഷൻ, പേഴ്സണൽ ടച്ച് കൂടുതലായിട്ടും ഉണ്ടാവുക ട്രഡീഷണൽ ബിസിനസ്സിലാണ്. എന്നാൽ ഈ ബിസിനസ്സിൽ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അങ്ങനെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ വളരെ കുറവായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക. ദെൻ ആറാമത്തെ കാര്യമാണ് ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് നമുക്ക് പിന്നീട് വിശദമായി കൊണ്ട് പഠിക്കുവാനുണ്ട്. അതായത് ഒരു സപ്ലയർ കസ്റ്റമറിലേക്ക് സാധനങ്ങൾ നൽകുന്ന സമയത്തുണ്ടാകുന്ന റിസ്കിനെയാണ് ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ബിസിനസ്സിൽ കമ്പാരിറ്റീവ് ലോ ആണ്. കാരണം കസ്റ്റമർക്ക് ആ സപ്ലയർ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഷോപ്പ് കീപ്പർ ഡയറക്റ്റായിട്ട് ആ സാധനം നൽകുകയാണ്. അതിനിടയ്ക്ക് ആ സാധനം നഷ്ടപ്പെടുവാനോ ആ സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുവാനോ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ഈ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു സാധനത്തിന് ഓർഡർ നൽകി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യുന്ന സാധനം അവർ നമുക്ക് സപ്ലൈ ചെയ്യുക. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തുന്നതിനിടയിൽ അതിന് സംഭവിച്ചേക്കാവുന്ന നഷ്ടത്തെയാണ് ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ആ സാധനം ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ആ സാധനം ഇവിടേക്ക് എത്തുന്നതിനിടയിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ റിസ്ക്. ദെൻ സെവൻത് വൺ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ആ ബിസിനസ് നടത്തി കൊണ്ടുപോകാനുള്ള ചെലവ് ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടുതലായിരിക്കും. എന്നാൽ ഈ ബിസിനസ്സിൽ കമ്പാരിറ്റീവ്ലി ലോ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഓപ്പർച്യൂണിറ്റി ഫോർ ഫിസിക്കൽ പ്രീ സാമ്പിളിംഗ് ഓഫ് ദി പ്രൊഡക്ട്സ്. അതായത് നമുക്ക് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ട്രഡീഷണൽ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ഫിസിക്കൽ പ്രീ സാമ്പിളിംഗ് നമുക്ക് നടത്തുവാൻ സാധിക്കുന്നത്, ആ സാധനം നമുക്ക് കാണുവാനും അത് പരിശോധിക്കുവാനും അതിൻ്റെ വർക്കിംഗ് കറക്റ്റാണോ നോക്കുവാനും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ആ സാധനം പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യത ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടുതലാണ്. എന്നാൽ ഫിസിക്കൽ പ്രീ സാമ്പിളിങ്ങിനുള്ള സാധ്യത വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ ഒരു പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും. ഓൺലൈനായിട്ട് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു, ഒരുപക്ഷെ ആ സാധനത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഫങ്ഷൻ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ആയിരിക്കും നമ്മൾ ആ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിക്കുവാൻ, അതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓഫ് ഗോയിങ് ഗ്ലോബൽ. ഗ്ലോബലായിട്ട്, വേൾഡ് വൈഡായിട്ട് നമുക്ക് ആ ബിസിനസ് കൊണ്ടുപോകാൻ സാധ്യമാണോ അല്ലേ, ഈസിയാണോ അല്ലേ എന്നുള്ളതാണ്. ട്രഡീഷണൽ ബിസിനസ് വളരെ ആ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ കൂടുതൽ ചാൻസ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് സാധനങ്ങൾ സെയിൽ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന, ഗ്ലോബലായിട്ട് മാറാൻ സാധിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് അത് ഈ ബിസിനസ്സാണ്. ദെൻ റെസ്പോൺസ് ടൈം ഫോർ മീറ്റിംഗ് കസ്റ്റമേഴ്സ് ഓർ ഇൻറ്റേർണൽ റിക്വയർമെൻറ്റ്സ്. കസ്റ്റമേഴ്സിൻ്റെ ആ ഇൻറ്റേർണൽ റിക്വയർമെൻറ്റ്സിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ട്രഡീഷണൽ ബിസിനസ്സിൽ വളരെയധികം സമയമെടുക്കുന്നു. എന്നാൽ ഈ ബിസിനസ്സിലാണെന്നെങ്കിൽ ആ റെസ്പോൺസ് ടൈം വളരെ പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങളെല്ലാത്തിൻ്റെയും ചെയ്യുവാൻ സാധിക്കുന്നു എന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. The next we have to study is what are the scope of e-business. എന്താണ് സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കോപ്പ് മീൻസ് ദി ഏരിയ ഓഫ് കവറേജ് എന്നതാണ്. ഈ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ, ഈ ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചട്ടക്കൂടിൽ
വരുന്ന സംഗതികൾ എന്തൊക്കെയാണ്, അതാണ് സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ഏരിയ ഓഫ് കവറേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും വരുന്ന ഒന്നാമത്തെ സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയ ഓഫ് കവറേജ് എന്ന് പറയുന്നത്, ഈ ബിസിനസ്സിൽ വരുന്ന ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് B2B കൊമേഴ്സ് എന്നതാണ്. എന്താണ് B2B കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ്. What is business to business commerce? In this, commercial transactions take place between different business organizations. ഇവിടെ രണ്ട് ബിസിനസ് ഓർഗനൈസേഷനുകൾ തമ്മിൽ നടത്തുന്ന കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് ആണ് B2B കൊമേഴ്സ് എന്നുള്ളതിൽ വരുന്നത്. ഇവിടെ കസ്റ്റമേഴ്സിന് ഇൻവോൾവ്മെന്റ് വരുന്നില്ല. അതായത് ഒരു ഹോൾസെയിലറും ഒരു റീറ്റെയിലറും തമ്മിൽ നടത്തുന്ന ബിസിനസ്, അവിടെ രണ്ടും ബിസിനസ്സാണ്. ഒരു മാനുഫാക്ചറും ഒരു ഹോൾസെയിലറും തമ്മിൽ നടത്തുന്ന ബിസിനസ്, ഇങ്ങനെ രണ്ട് ബിസിനസ് ഓർഗനൈസേഷനുകൾ തമ്മിൽ നടത്തുന്ന കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസിനെയാണ് B2B ബിസിനസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ ഓൺലൈനായിട്ട് ഇലക്ട്രോണിക്കലി നമ്മൾ ചെയ്യുമ്പോൾ അതിനെ B2B കൊമേഴ്സ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ് പ്ലേസിംഗ് ഓഫ് പർച്ചേസ് ഓർഡർ, ഇൻവോയ്സസ്, കൊട്ടേഷൻസ് എക്സെട്ര. ബിസിനസ്സുമായി രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ബിസിനസ്സിനെയാണ് B2B കൊമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് ആണ് B2C ഓർ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബിസിനസ് ടു കൺസ്യൂമർ. ഒരു കൺസ്യൂമർ ബിസിനസ്സുമായി നടത്തുന്ന ആ ഒരു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സാധനം ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സിനെയാണ് B2C കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്, ഓർ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ സാധനം നമ്മൾ ഓർഡർ ചെയ്യുന്നു, അപ്പോൾ നമ്മൾ കൺസ്യൂമറാണ്, അവർ ബിസിനസ്സുമാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബിസിനസ്സും കൺസ്യൂമറും തമ്മിൽ നടത്തുന്ന ആ ഒരു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനെയാണ് B2C കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. It means business to customers transaction. It include selling of goods, call centers, ATM facility etc. അപ്പോൾ നമ്മൾ സാധാരണ നടത്തുന്ന ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വഴി അല്ലെങ്കിൽ ആമസോണ്, മിന്ത്ര, ജബോങ് പോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈറ്റുകളിലൂടെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള സംഗതിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും എല്ലാവരും ഓൺലൈനായിട്ട് കാര്യങ്ങളൊക്കെ നീക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സാണ്, അതുപോലെ തന്നെ അവർ ബിസിനസ്സുമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ബിസിനസ്സിനെയാണ് B2C കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല കോൾ സെൻ്ററുകളുടെ, അതായത് ഓരോ കമ്പനികളും കസ്റ്റമേഴ്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൾ സെൻറ്റർ ഫെസിലിറ്റീസ്, അവിടെ ഓൺലൈനായിട്ട് അവർ ആണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ബിസിനസ് കൺസ്യൂമർ എന്ന് വിളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ATM ഫെസിലിറ്റി, നമ്മൾ കൺസ്യൂമേഴ്സാണ്, അവർ ബിസിനസ്സാണ്. ആ കാര്യങ്ങൾ നടത്തുന്ന എല്ലാത്തിൻ്റെയും ഓൺലൈൻ ട്രാൻസാക്ഷനാണ്, ഓൺലൈൻ വഴിയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാത്തിൻ്റെയും ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ മൂന്നാമത്തെ കാര്യമാണ് ഇൻട്രാ ബി കൊമേഴ്സ്. ദാറ്റ് ഈസ് വിത്തിൻ ദി ബിസിനസ് എന്നതാണ്. ഇൻട്രാ മീൻസ് വിത്തിൻ ദി ബിസിനസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടത്തുന്ന കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഹിയർ ദി ട്രാൻസാക്ഷൻസ് ടേക്സ് പ്ലേസ് വിത്തിൻ ദി ഫേം. ഒരു വലിയൊരു കമ്പനിയാണ്, വലിയൊരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ നടത്തുന്ന ഓൺലൈൻ ട്രാൻസാക്ഷനെയാണ് ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ മാർക്കറ്റിംഗ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ഹ്യൂമൻ റിസോഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എക്സെട്ര. ഇതെല്ലാം തന്നെയും ഒരു ഓർഗനൈസേഷനിലുള്ള വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്.
ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസിനെല്ലാം തന്നെ നമുക്ക് ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് വിളിക്കാൻ സാധിക്കും. ദെൻ ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് interaction of business with its employees. ഈ ഇൻട്രാ ബി കൊമേഴ്സിൽ തന്നെ വരുന്ന മറ്റൊരു സംഗതിയാണ് B2E എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സും ആ ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ, ഈ കാര്യങ്ങളും അതിൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാലാമത്തെ കാര്യമാണ് C2C ഓർ കൺസ്യൂമർ ടു കൺസ്യൂമർ ഓർ കസ്റ്റമർ ടു കസ്റ്റമർ. ഇവിടെ ബിസിനസ് ഓർഗനൈസേഷന് റോളൊന്നുമില്ല. ഇവിടെ കൺസ്യൂമറും അല്ലെങ്കിൽ കസ്റ്റമറും തമ്മിലാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. എവിടെയാണ് രണ്ട് കസ്റ്റമേഴ്സ് തമ്മിൽ ബിസിനസ് നടത്തുക? നമ്മൾ ഒരു കസ്റ്റമറാണ്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് അല്ല, നമ്മൾ കൺസ്യൂമറാണ്. അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു കൺസ്യൂമർക്ക് അല്ലെങ്കിൽ മറ്റൊരു കസ്റ്റമർക്ക് ഒരു സാധനം നമ്മൾ നൽകുന്നു, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുന്നു. അതായത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ പർച്ചേസ് ആൻഡ് സെയിലാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ബിസിനസ് ഓർഗനൈസേഷൻ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കാർ ഉണ്ട് വിചാരിക്കുക. ആ കാർ എനിക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബിസിനസ് ഓർഗനൈസേഷൻ ഒന്നുമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ താൽക്കാലിക ഒരു കാറുണ്ട്. ആ കാർ താൽക്കാലികമായിട്ട് എനിക്ക് വിൽക്കണം. അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു കൺസ്യൂമറെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ നമ്മൾ കണ്ട് അയാൾക്ക് നൽകുന്നതിന് പകരമായിട്ട് ഇത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് C2C എന്ന് പറയുന്ന സംഗതി. ഇറ്റ് മീൻസ് കസ്റ്റമർ ടു കസ്റ്റമർ. ദിസ് ടൈപ്പ് ഓഫ് കൊമേഴ്സ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഡീലിംഗ് ഇൻ ഗുഡ്സ് ഫോർ വിച്ച് ദർ ഈസ് നോ എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് മെക്കാനിസം. ഒരു എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് മെക്കാനിസം ഒന്നുമില്ല. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന് നമുക്കത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ C2C കൊമേഴ്സ് എന്ന് പറയുന്നത്. ദി വാസ്റ്റ് സ്പേസ് ഓഫ് ഇൻ്റർനെറ്റ്, ഫോർ എക്സാമ്പിൾ eBay, OLX, etc. allows persons to globally search for potential buyers. നമുക്ക് വളരെ പരിചയമുള്ള ചില സൈറ്റുകളാണ് OLX, അതുപോലെ തന്നെ eBay, യൂബർ, ഓല ക്യാബ്സ് പോലെയുള്ള സംഗതികൾ. ഇവിടെയൊക്കെ കസ്റ്റമർ ടു കസ്റ്റമറാണ് അവിടെ ആ ബിസിനസ് ഇൻട്രാക്ഷൻസ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയും നമ്മൾ ഓൺലൈനായിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അഥവാ യൂസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന കാര്യമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ആ ഇ കൊമേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഇ ബിസിനസ്. നമ്മൾ ഈ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിക്കൊണ്ട് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ്, ഇതിനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റാണ് കൺവീനിയൻസ്, സൗകര്യപ്രദമാണ്. ട്രഡീഷണൽ ബിസിനസ്സിനേക്കാൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, വളരെ കൺവീനിയൻ്റ് ആയിക്കൊണ്ട് വളരെ സൗകര്യപ്രദം ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഓൺലൈൻ ബിസിനസ് ഓർ ഇ ബിസിനസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് സ്പീഡ്, വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ പ്രൊഡക്റ്റുകൾ ഒരുപക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുമെന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വളരെ ഫാസ്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നു. നാലാമത്തെ കാര്യമാണ് ഗ്ലോബൽ റീച്ച്. ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ആ ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആ ഒരു ഏരിയയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് ആയിരിക്കും ഒരു ട്രഡീഷണൽ ബിസിനസ് നമ്മൾ നടത്തുന്നത്. എന്നാൽ ഈ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ റീച്ച് ആണ്. ഒരു പ്രത്യേകമായിട്ട് ഒരു ഏരിയ നമുക്കവിടെ പറയാൻ സാധിക്കില്ല. വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് എവിടെയുള്ള ആളുകളുമായിട്ടും നമുക്ക് നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നു എന്നതാണ്. അഞ്ചാമത്തെ കാര്യമാണ് മൂവ്മെൻറ്റ് ടുവാർഡ്സ് പേപ്പർലെസ്
സൊസൈറ്റി. ഇവിടെ പേപ്പറില്ലാത്ത ഒരു സൊസൈറ്റി, അഥവാ കാരണം എല്ലാ കാര്യങ്ങളും ഓൺലൈനായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അവിടെ പേപ്പർ വർക്കുകൾ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു പേപ്പറില്ലാത്ത ഒരു സൊസൈറ്റിയിലേക്ക്, പേപ്പർലെസ് സൊസൈറ്റിയിലേക്ക് നമുക്ക് മാറുവാൻ സാധിക്കുന്നു. ആറാമത്തെ കാര്യമാണ് ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഒരു സാധനം നമുക്ക് ട്രാൻസാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്ലയർ കയ്യിൽ നിന്നും കസ്റ്റമർ കയ്യിലേക്ക് സാധനം എത്തിക്കാൻ വളരെ കുറഞ്ഞ ചെലവുകൾ മാത്രമേ വരുന്നുള്ളൂ. ദെൻ ഏഴാമത്തെ കാര്യം, ഇറ്റ് പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ്. വളരെ ക്വാളിറ്റിയുള്ള സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ എമേർജ് ചെയ്ത് വരുന്ന ഒരു സമയത്തൊക്കെ ഇതിൻ്റെ സർവീസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. ഒന്നാമത് സാധനങ്ങൾ എത്താനുള്ള പ്രയാസം, എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന പ്രയാസങ്ങൾ, അതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പ്രയാസങ്ങൾ, അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ വളരെ വെൽ അഡ്വാൻസ്ഡ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ എട്ടാമത്തെ കാര്യം, ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂ ഓർ ഇന്നോവേറ്റീവ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് പുതിയ ഇന്നോവേറ്റീവ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഈസ് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഈ ബിസിനസ്. ഒന്നാമത്തെ ലിമിറ്റേഷനാണ് ലോ പേഴ്സണൽ ടച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനാണ്. ട്രഡീഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ കസ്റ്റമറും സപ്ലയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നു, ഇൻ്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നു, ആ പ്രൊഡക്റ്റുകൾ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, സംശയങ്ങളുടെ അതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാകും. എന്നാൽ ആ ഒരു പേഴ്സണൽ ടച്ച് ഇവിടെ വളരെ കുറവാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ്. ദെൻ രണ്ടാമത്തെ കാര്യമാണ് ഫിസിക്കൽ ഡെലിവറി ഓഫ് ദി പ്രൊഡക്റ്റ് ടേക്സ് ടൈം. അത് ഒരു ഓൺലൈനായിട്ട് നമ്മൾ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ഡെലിവറിക്ക് സമയമെടുക്കുന്നു എന്നത്. കാരണം മിനിമം ഒരു 2-3 ദിവസമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും നമ്മളൊരു സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ സമയമെടുക്കും. അതുകൊണ്ട് നേരെ മറിച്ച് ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ല, നേരെ ഷോപ്പിലേക്ക് ചെല്ലുക, ആ സാധനം വാങ്ങുക, പോരുക. ദെൻ മൂന്നാമത്തെ കാര്യം, നീഡ് ഫോർ ടെക്നോളജി കേപ്പബിലിറ്റി ആൻഡ് കോമ്പിറ്റൻസ് ഓഫ് പാർട്ടീസ് ടു ഈ ബിസിനസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി വേണം, കോമ്പിറ്റൻസ് വേണം. അഥവാ ഓൺലൈൻ ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിവും കഴിവുമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരറിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കും സാധാരണഗതിയിൽ ഒരു ഷോപ്പിലേക്ക് ചെന്ന് അയാൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങിപ്പോരാൻ സാധിക്കും. എന്നാൽ കമ്പ്യൂട്ടറോ നെറ്റ്വർക്കോ മൊബൈലോ ഒന്നും അറിയാത്ത, അതിൻ്റെ യൂസ് ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് ചെയ്യുക എന്നുള്ളത് പ്രയാസകരമാണ് എന്നതാണ്. ദെൻ നാലാമത്തെ കാര്യം, ക്യാൻ ബി യൂസ്ഡ് ബൈ ഡിസ്ഹോണസ്റ്റ് പീപ്പിൾ ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഈ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ഒരു വിശ്വാസ്യതയെ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാര്യത്തെ ഹാക്കേഴ്സ് പോലെയുള്ള ആളുകളൊക്കെ അവർ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഈ കാര്യങ്ങളെല്ലാം തന്നെയും ഉപയോഗിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ത്രൂ ഇൻ്റർനെറ്റ് മേ ബി സ്റ്റോളൻ ഓർ മിസ്യൂസ്ഡ്. നമ്മൾ നൽകുന്ന ഡാറ്റകൾ, ഇൻ്റർനെറ്റ് വഴി നമ്മൾ നൽകുന്ന ഡാറ്റകൾ അത് മോഷ്ടിക്കുവാനും അതുപോലെ തന്നെ അത് മിസ്യൂസ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഒക്കെയാണ് നമുക്കുള്ളത്. എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും തന്നെയും ഈ ഓൺലൈൻ ബിസിനസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകളാണ് അതിൻ്റെ ലിമിറ്റേഷനുകളെക്കാളും മുൻപിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്താണ്, എങ്ങനെ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാം, അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്.
സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൾ.